ഹായ്, എല്ലാവർക്കും സൈലം IASലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു സന്തോഷകരമായ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യത്തെ CSAT എക്സ്ക്ലൂസീവ് ബാച്ച്, സൈലം IASൻ്റെ ആദ്യത്തെ CSAT എക്സ്ക്ലൂസീവ് ബാച്ച് CSAT എക്സാക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ജൂലൈ 17 തൊട്ട് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ കോഴ്സിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ അട്രാക്ഷൻസും ഹൈലൈറ്റ്സും എന്താണ്, നിങ്ങൾക്ക് സൈലം തരുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 100+ അവേഴ്സ് ഓഫ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, പലരും എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ലാസ്സസ് കേൾക്കും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കും, ആ ഒരു കാര്യത്തിലൂടെ വിടും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് UPSCയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ കോൺസെപ്ച്വൽ ക്ലാരിറ്റി നന്നായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC ഇന്നോവേറ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയണ്ടാവും, ഒരുപാട് നിങ്ങൾ PYQ നോക്കിയാലും അതേപോലെ തന്നെ ഓൾറെഡി CSAT എഴുതി അല്ലെ പ്രിലിംസ് എഴുതി ഒരുപാട് പേര് ഉണ്ടാവും അല്ലേ. ഒരുപാട് പ്രിലിംസ് എഴുതിയ സ്റ്റുഡൻസ്, കുട്ടികൾ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കാര്യങ്ങൾ അറിയാം, കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, എന്നാൽ UPSC ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്താ UPSC ഡിമാൻഡ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ UPSC കുറച്ചും കൂടി തിങ്കിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകണം. ഓക്കെ, അതായത് മാത്സ് ഭയങ്കര അറിയണം എന്നല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റണം. അല്ലാണ്ട് വെറുതെ ബൈ ഹാർട്ട്, ഇപ്പോൾ ഒരു ഫോർമുല ബൈ ഹാർട്ട് പഠിക്കാന്നില്ല, അത് എങ്ങനെ വന്നു അല്ലെങ്കിൽ അത് കുറച്ച് മനസ്സിലാക്കി പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും അതേപോലെ തന്നെ UPSCയുടെ PYQs അനലൈസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് UPSC ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നതെന്നൊക്കെ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 100+ അവേഴ്സ്, ഒരു അറൗണ്ട് അതിന് മേലേക്ക് പോവും. അപ്പോൾ അത്രയും ഹവേഴ്സ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങളെ കോംപ്രഹെൻസീവായിട്ട് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ UPSC ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന്, ആ രീതിയിൽ കോംപ്രഹെൻസീവായിട്ട് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പം ഇതിൽ നിങ്ങൾക്ക് കോംപ്രഹെൻഷനും ഇൻക്ലൂഡഡ് ആണ്. അത് ശ്രദ്ധിക്കുക, നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് മാത്രമല്ല, മാത്സ് മാത്രമല്ല, കോംപ്രഹെൻഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം കോംപ്രഹെൻഷനിലേക്ക് വരുമ്പോൾ പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ, പലരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്നു എന്നാണ്. കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ലാംഗ്വേജ് ടെസ്റ്റ് ആണെന്നാണ്. അങ്ങനെയല്ല, വേറെ എക്സാംസിലുള്ളതുപോലെ ഗ്രാമർ ആ രീതിയിലല്ല UPSC ചോദിക്കുന്നത്. UPSC എന്താ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, UPSCയുടെ ഇൻ്റർവ്യൂ വരെ നമുക്ക് മദർ ടങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. മാത്രമല്ല, നിങ്ങൾക്കറിയാം, ഒരു സൈഡിൽ ഇംഗ്ലീഷിൽ കോംപ്രഹെൻഷൻ കൊടുക്കുന്നതിൻ്റെ കൂടെ അപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, ഹിന്ദിയിലും കോംപ്രഹെൻഷൻ കൊടുക്കുന്നില്ലേ. അപ്പം പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ആണോ? അല്ല ആക്ച്വലി. അപ്പം നിങ്ങൾ അതും, അതാ ഞാൻ പറയുന്നത്, എന്താണ് UPSC ഡിമാൻഡ് ചെയ്യുന്നത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്രഹെൻഷനും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോംപ്രഹെൻഷൻ ഇൻക്ലൂഡഡ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഈ ക്ലാസ്സസിലേക്ക് വരുമ്പം ഇത് ഹൈബ്രിഡ് മോഡിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ്സിൽ വരാം, സെയിം ക്ലാസ് ലൈവ് സ്ട്രീം ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ് സൈലത്തിൻ്റെ ആപ്പിലൂടെ. അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് സൈലത്തിൻ്റെ ആപ്പ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതുമാണ്. അപ്പം നിങ്ങൾ വേറെ ഓരോ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കറൻ്റ്ലി മെയിൻസ് പ്രോഗ്രാം പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും ഇത് വന്നു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു 2 ദിവസം ഓൺലൈൻ വന്നു, അടുത്ത ദിവസം നിങ്ങൾക്ക് ഓഫ്ലൈൻ വരണം തോന്നി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3-ാമത്തെ ദിവസം ഓഫ്ലൈനായിട്ട് ക്ലാസ്സിൽ വരാവുന്നതാണ്. അതിനും ഒരു പ്രശ്നമില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡൈനാമിക് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിനെ ഫ്രെയിം ചെയ്യാൻ പറ്റും. ഇനി ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ എന്നെ വന്ന് കാണാവുന്നതാണ്. ഞാൻ സൈലത്തിൽ തന്നെ ഉണ്ടാവും. അപ്പം അതിൽ പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് നമ്മളിതിൽ ഓൺ ഡിമാൻഡ് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം. അതേപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു ആസ്പിരൻ്റ് ആണ്. ഞാനും പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. ഇത്തവണ മെയിൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല ഇഷ്യൂസും എനിക്ക് അറിയാൻ പറ്റും, അറിയാം. ഞാനും അതിലൂടെ ഒക്കെ കടന്നു പോയ ആളാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുമുണ്ട്,
നിങ്ങൾക്ക് വേറെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ഉദാഹരണത്തിന് CSAT-ലേക്ക് വരുമ്പം CSAT ചിലപ്പോൾ വേറെ ടോപ്പിക്സിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പാടായിരിക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ വന്നെന്ന് വരും. അപ്പോൾ ജസ്റ്റ് ഡൗട്ട് ക്ലിയറൻസ് അല്ല ഞാൻ മെൻറ്റർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്വിയസ്ലി ഡൗട്ട് ക്ലിയറൻസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. കൂടാതെ നിങ്ങൾക്ക് പേഴ്സണലി വരുന്ന, നിങ്ങൾക്ക് ഓരോരുത്തർക്കും യുണീക്ക് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളും നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ്. എനിക്കത് മനസ്സിലാവും. നമുക്കതൊക്കെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഇനി അതേപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് എക്സാം ഹാളിൻ്റെ സ്ട്രാറ്റജി. അതായത് നിങ്ങൾക്ക് എല്ലാം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഒരു എക്സാം ഹാൾ സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പം നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്ട്രാറ്റജി സെഷൻസും നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയിൽ, ക്ലാസ് റൂം സെഷൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. കൂടാണ്ട് നമ്മൾ ടെസ്റ്റ് സീരീസ് എല്ലാം ഫ്രെയിം ചെയ്യുന്നത് ഞാൻ കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ടും, മാത്രമല്ല ഓരോ ടെസ്റ്റിലും ഞാൻ എന്തെങ്കിലുമൊക്കെ സർപ്രൈസിങ് എലമെൻറ്റ് കൊടുക്കാൻ നോക്കാറുണ്ട്. അങ്ങനെയായിരിക്കും ഇത് ഡിസൈൻ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഒറിജിനൽ UPSC അറ്റ്മോസ്ഫിയറിൽ, അതായത് പലപ്പോഴും പറ്റാറെന്ന് പറഞ്ഞാൽ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴൊക്കെ, അല്ലെങ്കിൽ പുതിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ UPSC ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അത് പാനിക്കൊക്കെ ആവാറുണ്ട് പലരും. അപ്പോൾ എങ്ങനെ UPSC ചോദിച്ചാലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണം. അതാണ് നിങ്ങളുടെ കഴിവ്. അതിനെ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ്, ആ രീതിയിൽ തന്നെയാണ് ക്ലാസ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്, ക്ലാസ്സസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഈ മൊത്തം കോഴ്സും സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം സെഷൻസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പീരിയോഡിക് ആയിട്ടുള്ള ക്ലാസ് അസസ്മെൻറ്റ് ഉണ്ടായിരിക്കും. കൂടാണ്ട് വൺസ് ക്ലാസ് റൂം സെഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ തൊട്ട് നിങ്ങൾക്ക് CSAT ടെസ്റ്റ് സീരീസും തുടങ്ങും. ടെസ്റ്റ് സീരീസിൽ 14 ടെസ്റ്റ് ഉണ്ട്. അഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ അതിൽ 6 മൊഡ്യൂൾ ടെസ്റ്റും 3 റിവിഷൻ ടെസ്റ്റും 5 ഫുൾ ടെസ്റ്റും. അപ്പോൾ ഞാൻ മൊത്തം ഒരു 30 ടോപ്പിക്കാണ് നമുക്ക് മാത്സിൽ വരുന്നത്, പ്ലസ് കോംപ്രഹെൻഷനും ഉണ്ട്. അപ്പോൾ ആ 30 ടോപ്പിക്കിനെ 5 ടോപ്പിക്ക് വീതമുള്ള 6 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചേർഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ആയിരിക്കും ഒരു മൊഡ്യൂളായിരിക്കും നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ ടെസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ മൊഡ്യൂൾ ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്സ് വെച്ചിട്ട് ഒരു റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഫൈനലി നിങ്ങൾക്ക് 5 ഫുൾ ടെസ്റ്റ് കംപ്ലീറ്റ് സിലബസ് വെച്ചിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മെല്ലെ നിങ്ങളെ അതായത് നിങ്ങൾ ഒന്നിച്ചെല്ലാം കൂടി പഠിക്കൊന്നും വേണ്ട, പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഷെഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ ജൂലൈ 17 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് മാത്സിൻ്റെ വർക്ക്ഷോപ്പ് 14, 15, 16 തീയതികളിലുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണണം എന്തായാലും. ഇതിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് എസ്പെഷ്യലി മാത്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ് റൂം സെഷനിലേക്ക് വരുമ്പോൾ പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ 14, 15, 16 ബേസിക് മാത്സിൻ്റെ വർക്ക്ഷോപ്പ് കാണുക. പിന്നെ നമ്മുടെ ടൈമിങ്സ് വരുന്നത് 5 to 7 ആണ്. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേസിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാവുക. പിന്നെ ജൂലൈ മുതൽ നവംബർ വരെ നമ്മളുടെ ക്ലാസ് റൂം സെഷൻസ് ആണ് ഉണ്ടാവുക. ഈ 100+ അവേഴ്സിൻ്റെ ക്ലാസ് റൂം സെഷൻസ് ആണ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇടയ്ക്ക് അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അസസ്മെൻറ്റ് ടെസ്റ്റ് തരുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസംബർ മുതൽ ഏപ്രിൽ വരെ സ്ട്രാറ്റജി സെഷൻസും റിവിഷൻ സെഷൻസും ഒക്കെയാണ് ഉണ്ടാവുക. അതേപോലെ ഡൗട്ട് ക്ലിയറൻസ്, മെൻറ്റർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ആ ഒരു ഡിസംബർ മുതൽ ഏപ്രിൽ വരെ നിങ്ങൾക്ക് CSAT ടെസ്റ്റ് സീരീസും ഉണ്ടായിരിക്കുന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചേർഡ് ആയിട്ടാണ്. ഇനിയിപ്പം നിങ്ങൾ ഡീറ്റെയിൽഡ് ഷെഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പല മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 1 ഇതേപോലത്തെ ഇത്രയും ടോപ്പിക്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, മൊഡ്യൂൾ 2 ഇതേപോലെ 5 ടോപ്പിക്കും, പിന്നെ കോംപ്രഹെൻഷനും മൊഡ്യൂൾ 3 ഇതേപോലെ, അങ്ങനെ 5 ടോപ്പിക് പ്ലസ് കോംപ്രഹെൻഷൻ എന്നുള്ള പോലെയാണ് ഓരോ മൊഡ്യൂളും ഞാൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ടെസ്റ്റ് UPSCയുടെ അല്ല, നമ്മുടെ CSATൻ്റെ ടെസ്റ്റ് സീരീസിലേക്ക് വരുമ്പം ഫസ്റ്റ് മൊഡ്യൂൾ 1ൻ്റെ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും സിലബസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മൊഡ്യൂൾ 2ൻ്റെ ടെസ്റ്റ് ആയിരിക്കും ഇത്രയും ഉണ്ടാവും. പിന്നെ എല്ലാം കൂടി വെച്ചിട്ട് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം വെച്ചിട്ട് ഫസ്റ്റ് റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. ഈ രീതിയിലാണ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും പോവുക. ഇനി ഞാൻ നിങ്ങൾക്ക് തരുന്ന ബുക്സ് ആണെങ്കിലും ഇതേപോലെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബുക്സ് 3 വോള്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വോള്യത്തിലും 2 മൊഡ്യൂൾ വീതമാണുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാം പാരലലി സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് ആ രീതിയിൽ തന്നെ ഞാൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ വരുന്നത്. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ജൂലൈ മുതൽ നവംബർ വരെ പല ടോപ്പിക്സ് ക്ലാസ് റൂം സെഷനായിട്ട് തീർക്കും. അത് ഞാൻ ആ ഓർഡറിൽ തന്നെയാണ് തീർക്കുക. നമ്മുടെ ബുക്സിൻ്റെ ഓർഡറിൽ അങ്ങനെയായിരിക്കും തീർക്കുക. ടെസ്റ്റ് ആ ഓർഡറിലായിരിക്കും, എല്ലാം അതേ സെയിം ഓർഡറിലായിരിക്കും വരിക. എന്നാലേ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റിവിഷൻ ടെസ്റ്റും മൊഡ്യൂൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡിസംബർ മുതൽ മാർച്ച് ഏപ്രിൽ വരെയൊക്കെ. ശരി, ഇനി ജസ്റ്റ് എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. കുറച്ച് പേർക്ക് എന്നെ അറിയുണ്ടാവും. പറയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്നെ പരിചയപ്പെടുത്താം. അപ്പം എൻ്റെ പേര് ജസിൻ എന്നാണ്. ജസിൻ ജി ബാലകൃഷ്ണൻ എന്നാണ് എൻ്റെ പേര്.
അപ്പം ഞാൻ ആക്ച്വലി നിങ്ങളെപ്പോലെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ആസ്പിരൻ്റ് ആണ്, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും, നിങ്ങൾക്ക് വരുന്ന സ്ട്രെസ്സും കാര്യങ്ങളും, അതേപോലെ നിങ്ങൾ കടന്നു പോകുന്ന ഫേസസും ഒക്കെ എനിക്ക് മനസ്സിലാവും. അതെല്ലാം ഞാൻ കടന്നു പോയിട്ടുള്ളതാണ്, ഒന്നിലധികം തവണ കടന്നു പോയിട്ടുള്ളതായിരിക്കും. ഓക്കെ. പിന്നെ ഞാൻ ആക്ച്വലി നമ്മുടെ ശ്രീകാര്യത്തുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിലാണ് പഠിച്ചത്. അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ഖത്തറിലും ദുബായിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം. അതിനുശേഷമാണ് എൻ്റെ പഴയൊരു ഡ്രീം ആയിട്ടുള്ള UPSC താല്പര്യം വീണ്ടും വന്നിട്ട് ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ട് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു 2021 ഞാൻ ഇവിടെ പഠിക്കാൻ തുടങ്ങുന്നത്, നമ്മുടെ UPSC പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് 1 ഇയർ കഴിയുമ്പം തന്നെ എനിക്ക് മനസ്സിലായി CSAT കുറേ എസ്പെഷ്യലി ഞാൻ ഫ്രണ്ട്സിന് CSAT പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പഠിപ്പിക്കുന്ന രീതിയിലും അതേപോലെ CSAT ഡിമാൻഡ് മനസ്സിലാക്കിയിട്ടല്ല പലരും പഠിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറച്ച് പേർക്ക് മെല്ലെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മെല്ലെ ഈ ഒരു CSAT ടീച്ചിങ് ഫീൽഡിലേക്കും കൂടെ ഞാൻ വരുന്നത്. പിന്നെ നമുക്ക് പൈസയും വേണമല്ലോ. ഓക്കെ, ശരി. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഞാനിപ്പോഴും പ്രിപ്പയർ ചെയ്യാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത്തവണ എനിക്ക് മെയിൻസ് ഉണ്ട്. അപ്പോൾ 2023 എനിക്ക് മെയിൻസ് എഴുതാൻ പറ്റിയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും, നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം നമുക്ക് കൂടുതൽ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഞാൻ ക്ലാസ്സസ് 2023 തൊട്ട് എടുക്കാൻ തുടങ്ങിയതാണ്, 22 തൊട്ട് എടുക്കാൻ തുടങ്ങിയതാണ് ആക്ച്വലി. അപ്പോൾ ഒരുപാട് പേര് വളരെ ഈ ഒരു ചെറിയ ടൈം സ്പാൻ ഉള്ളുവെങ്കിൽ കൂടി ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്ത് സർവീസിൽ കയറാനും പറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി കുറേ കാലമായിട്ട് മെയിൻസ് പ്രിലിംസ് പാസ്സാവാതെ, CSAT കാരണം പ്രിലിംസ് പാസ്സാവാതെ നിന്ന കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ CSAT ക്ലിയർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് കുട്ടികളുടെ ടെസ്റ്റിമോണിയൽസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇത്തവണത്തെ സർവീസ് കയറിയ നന്ദന. ഓക്കെ, ഇത് നന്ദന തന്ന ടെസ്റ്റിമോണിയലാണ്. 47ാം റാങ്ക് ആയിരുന്നു നന്ദനയ്ക്ക്. പിന്നെ കഴിഞ്ഞ തവണ 2023 ആനി ജോർജ് നിങ്ങൾക്ക് അറിയുണ്ടാവും, 93rd റാങ്ക് വാങ്ങിയ ആളാണ്, ആളുടെ ടെസ്റ്റിമോണിയലാണ്. പിന്നെ അലക്സ് എബ്രഹാം ഇത്തവണത്തെ അലക്സിന് ആക്ച്വലി അലക്സിൻ്റെ ഫ്രണ്ടും കൂടിയാണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ അലക്സ് 2024 അതേപോലെ തന്നെ 23 സർവീസ്, 22 സർവീസ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ 165 ആണ് റാങ്ക്. പിന്നെ നസ്രിൻ ഇത്തവണ 703 റാങ്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നസ്രിനും എൻ്റെ ക്ലാസ് റൂം സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, നസ്രിനൊക്കെ കറക്റ്റായിട്ട് ക്ലാസ് റൂമിൽ വന്ന് അറ്റൻഡ് ചെയ്ത് കറക്റ്റായിട്ട് എല്ലാം ചെയ്തു പോകുന്ന, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ റിസൾട്ട് നസ്രിന് വന്നിട്ടുമുണ്ട്. പിന്നെ ഗംഗയും കുറേ കാലം CSAT ക്ലിയർ ചെയ്യാതിരുന്ന ഒരാളാണ്. പിന്നെ ക്ലാസ്സിൽ വന്ന് 2024 786 റാങ്ക് വാങ്ങിച്ചു. ഓക്കെ. പിന്നെ സാഗർ ഉണ്ട്, സാഗറിന് 1003 ആയിരുന്നു ഇത്തവണത്തെ സർവീസിലെ റാങ്ക്. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരുടെ ടെസ്റ്റിമോണിയൽസ് കാണിച്ചു എന്നേ ഉള്ളൂ. ഒരുപാട് പേര് ഇത് സർവീസ് കിട്ടിയ ആൾക്കാരെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതല്ലാണ്ട് ഒരുപാട് പേര് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ഈ ക്ലാസ്സസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ സർവീസ് കിട്ടിയ ഇവർക്കൊക്കെ എൻ്റെ വക വലിയൊരു കൺഗ്രാറ്റ്സ് ഞാനിപ്പോൾ ഇതിൽ പറയും കൂടി ചെയ്യുകയാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ സർവീസിൽ കയറാൻ പറ്റുന്നതും. ഇത്തവണയും കഴിഞ്ഞ എൻ്റെ ക്ലാസ്സിൽ നിന്ന് മോർ ദാൻ 35 സ്റ്റുഡൻസോളം മെയിൻസ് എഴുതുന്നുണ്ട്. അപ്പോൾ അതിലെന്തായാലും കുറച്ച് പേര് സർവീസ് ക്ലിയർ ചെയ്യട്ടെ, എല്ലാവരും ക്ലിയർ ചെയ്യട്ടെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എൻറോൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 3 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാച്യൂവിലുള്ള ട്രിവാൻഡ്രം, നമ്മുടെ സൈലത്തിൻ്റെ ട്രിവാൻഡ്രം ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് ഡയറക്റ്റ് വരാം, എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഗൂഗിൾ ഫോംസ് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തൊക്കെ വെക്കുന്നതായിരിക്കും ഗൂഗിൾ ഫോംസ്. നിങ്ങൾ ഗൂഗിൾ ഫോമിൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ സൈലത്ത് നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എൻറോൾ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവാം, ഒന്നിച്ച് നമുക്ക് അടുത്ത കൊല്ലം ക്ലിയർ ചെയ്യാം. അപ്പോൾ CSATൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഞാനും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്.